നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഡസ്റ്ററിൻ്റെ 1 ലിറ്റർ ടർബോ പെട്രോൾ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ 2 ഡസ്റ്ററുകൾ ടെസ്റ്റ് ചെയ്തിരുന്നു. രണ്ടും 1.3 ലിറ്റർ ആയിരുന്നു. ഒന്ന് അതിൻ്റെ DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള മോഡലും മറ്റൊന്ന് അതിൻ്റെ മാനുവൽ മോഡലുമായിരുന്നെങ്കിൽ ഇതിപ്പോൾ വന്നിരിക്കുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ മോഡലാണ്. ഈ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ മോഡലുള്ള എൻജിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചിതമായ എൻജിനാണ്. അത് റെനോ കൈഗർ എന്ന അല്പം കൂടി ചെറിയ SUV-യിലുള്ള അതേ എൻജിൻ തന്നെയാണ്. പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ ടോർക്ക് ഒരല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണെങ്കിൽ അതിൽ കൈഗറിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമെന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. ഇതിൻ്റെ വില ആരംഭിക്കുന്നത് 10.49 ലാക്സിലാണ്. എന്ന് പറഞ്ഞാൽ 1.3 ലിറ്ററിൻ്റെ വില ആരംഭിക്കുന്നത് 14.49 എന്ന് പറയുമ്പോൾ ഏകദേശം 3 ലക്ഷത്തിലധികം രൂപ വ്യത്യാസമുണ്ട് ഈ രണ്ട് മോഡലും തമ്മിൽ. അപ്പോൾ നിങ്ങൾ ഡസ്റ്റർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഏതാണ്ട് 16 ലക്ഷം രൂപയോളം വരും ഓൺ റോഡ് ഇതിൻ്റെ 1.3യുടെ എൻട്രി ലെവൽ മോഡലിന്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും വില കൊടുക്കാതെ ഒരു ഡസ്റ്റർ സ്വന്തമാക്കാൻ പറ്റുന്ന അവസരമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരേ ഒരു കുറവെന്ന് പറയുന്നത് ഇതിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ മാനുവലിന് ധാരാളം ആരാധകരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വാഹനം ഡസ്റ്റർ റെനോ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യമായ രീതിയിലൊന്നും മിസ് ചെയ്തിട്ടില്ല ഈ ഒരു 1.3യും 1 ലിറ്ററുമായിട്ട്. ആകെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം ഇതിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും രൂപത്തിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇത് 1.3 ലിറ്റർ ആണോ 1 ലിറ്റർ ആണോ എന്നുള്ളതൊക്കെ വാഹനത്തെപ്പറ്റി അത്രയധികം പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡസ്റ്ററിൻ്റെ ഏത് വേരിയൻ്റ് ആണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കും. എന്തായാലും ഡസ്റ്റർ ഒരു വലിയ വിപ്ലവമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ആദ്യകാലത്ത് വന്നതും വിപ്ലവം സൃഷ്ടിച്ചാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോമ്പാക്റ്റ് SUV എന്ന് വിളിക്കാവുന്ന ഡസ്റ്റർ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ധാരാളം മാറ്റങ്ങളോടുകൂടിയാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. കാണാനുള്ള ഭംഗിയൊക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള വിൽപ്പന ഇത് നേടിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ എനിക്ക് വന്ന് കഴിഞ്ഞ ഒറ്റ ദിവസം മാത്രം ബാംഗ്ലൂർ 350 ഡസ്റ്റർക്ക് ഡെലിവറി കൊടുത്ത് വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ അധികവും ഡസ്റ്ററുകൾ കാണാത്തത്. ഇപ്പോൾ ഡെലിവറി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ധാരാളം ഡസ്റ്ററുകൾ നിങ്ങൾക്കും കേരളത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ മുൻഭാഗം ഒന്നും കണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ഡസ്റ്റർ എന്നുള്ള വലിയ ബാഡ്ജിങ്ങും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗവും താഴെയുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷും ബമ്പറിൻ്റെ ഭാഗവും എല്ലാം ഒരുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെയും LED ലൈറ്റുകളാണ്. ഈ ഒരു 1 ലിറ്ററിലും എല്ലാ LED ലൈറ്റുകളാണ്. ആ കാര്യത്തിലൊന്നും യാതൊരു പിശകും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. LED ഡേറ്റയും റണ്ണിംഗ് ലാമ്പ് കാണാം. ഇവിടെയുള്ള എയർ ഇൻടേക്ക് കാണാം. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴയ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുൻഭാഗമാണ് ഏറ്റവും രസകരമായ മാറ്റത്തിന് വിധേയമായിരിക്കുന്നത്. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു 1 ലിറ്റർ മോഡലിലും. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് വേണമെങ്കിൽ വാഹനത്തെപ്പറ്റി കൃത്യമായി അറിയാവുന്നവർക്കൊരു മാറ്റം കണ്ടെത്താൻ സാധിക്കുന്നത്. അത് ഈ ഒരു ടയർ സൈസും അതുപോലെ തന്നെ അലോയ് വീലിൻ്റെ ഡിസൈനുമാണ്. ഇതിൽ 17 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 18 ഇഞ്ചാണ് 1.3യിൽ കൊടുത്തിരിക്കുന്നത്. തന്നെയുമല്ല ഈ ഒരു ഗൺമെറ്റൽ ഫിനിഷുള്ള ഈ ഒരു അലോയ് വീലും ഈ ഒരു 1 ലിറ്റർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 1.3യേക്കാളും ഭംഗിയുള്ള അലോയ് വീൽ ഇതാണെന്നുള്ള കാര്യമാണ്. കുറച്ചൊരു റഗഡ് ഫീൽ ഇതിന് കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 1.3യിൽ ഇതിൽ കുറച്ച് ഒരു ഗ്രീൻ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. ഡസ്റ്റർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ റെനോയുടെ ലോഗോയും എല്ലാം തന്നെ ഫുൾ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നു. പിയാനോ ബ്ലാക്കിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ മറ്റു കാര്യം നിങ്ങൾക്ക് കാണാവുന്നത് ഈ ഒരു 50 കിലോ ഭാരം വരെ വഹിക്കാവുന്ന ഈ ഒരു റൂഫ് റെയിലിൽ ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട് 1.3യിൽ. ഇതിലത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ മറ്റൊരു പുതിയ വിശേഷം, നിങ്ങളിപ്പോൾ പുതുതായിട്ട് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ ജെൻസിക്ക് വേണ്ടി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് എന്തൊക്കെയാണ് വാഹനത്തിൽ വരുത്താവുന്ന മാറ്റങ്ങൾ അതിനെപ്പറ്റി അദ്ദേഹം സമർപ്പിച്ച രൂപരേഖയിൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും കാലം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാരിയർ പാടില്ലായിരുന്നു ഒരു വാഹനത്തിൽ. കാരിയർ വയ്ക്കാം, പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഒരു സാധനങ്ങളും വെച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ അതിപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാവുന്ന റൂഫ് റാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇനി കൊണ്ടുപോകാം. അതൊരു വലിയ മാറ്റം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാനൊരിക്കൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിയമപരമല്ല വാഹനത്തിൻ്റെ മുകളിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിലും എയർപോർട്ടിൽ നിന്നും മറ്റും വരുന്നവർക്ക് അത് വെക്കാതെ രക്ഷയില്ലാത്തതുകൊണ്ട് MVD ഒന്ന് കണ്ണടയ്ക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി മുതൽ കണ്ണടയ്ക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സാധനങ്ങൾ വെച്ച് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാലും ഒന്ന് അന്വേഷിച്ചേക്കണം, അവസാനം എൻ്റെ തല വെക്കരുതേ.
അപ്പോൾ എന്തായാലും ആ ഒരു ഡസ്റ്ററിനുള്ള ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടില്ല. ഈ ഒരു ബാക്കി ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളും എല്ലാം അതവിടെ നിലനിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സി പില്ലറിലാണ് ഡോർ ഹാൻഡിൽ, അതും അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ക്ലാഡിങ് ഈ ഒരു വൈറ്റ് ഭാഗത്തിൽ കൃത്യമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പിൻഭാഗത്തേക്ക് നല്ല രീതിയിൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഒരു വ്യത്യാസവുമില്ല. സാധാരണഗതിയിൽ ടോപ്പനിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു LED സ്ട്രിപ്പൊക്കെ എടുത്ത് കളയാമായിരുന്നു. അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. LED ടെയിൽ ലാമ്പും LED സ്ട്രിപ്പും എല്ലാം അതേപടി തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ അതും അതേപടി നിലർത്തിയിട്ടുണ്ട്. രണ്ടിലും, അതായത് 1.3യും 1 ലിറ്റർ 2 എഞ്ചിനും ടർബോ ആയതുകൊണ്ട് തന്നെ ടർബോ എന്നുള്ള ബാഡ്ജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളിലും ഒന്നും മാറ്റമില്ല. ഇതിലും ഉണ്ട് ഷാർഫിൻ ആൻറ്റിനയും ഡീഫോഗറും സ്റ്റോപ്പ് ലാമ്പും അതുപോലെ തന്നെ വൈപ്പർ അത്തരം കാര്യങ്ങളും എല്ലാം. ഇനി ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോഴും മാറ്റമൊന്നുമില്ല. എങ്കിലും ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വിശാലമായ 581 ലിറ്റർ ബൂട്ട് സ്പേസും അതുപോലെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ബാക്ക് സീറ്റുകളും അത്തരം കാര്യങ്ങളും എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. പുതിയ പതിവനുസരിച്ച് സ്പെയർ ടയർ കൊടുക്കുന്ന പരിപാടി വല്ലതും നിർത്തി. ഇതിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു സ്പേസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പഞ്ചർ കിറ്റൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതുമുണ്ട് കേട്ടോ. അതായത് ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാം. അതും ഈ ഒരു 1 ലിറ്ററിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു എൻജിൻ്റെ മാറ്റം മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ മറ്റൊരു മാറ്റവും വളരെ ചെറിയ ഈ ഒരു എലമെൻസിൻ്റെ മാറ്റങ്ങളല്ലാതെ മറ്റൊരു മാറ്റവും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഡസ്റ്റർ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് 10.49 ലാക്സിനും കിട്ടാൻ പോകുന്നതെന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. ഇനി ഉൾഭാഗത്ത് വളരെ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കുറേ മാറ്റങ്ങളുണ്ട്. കുറേ മാറ്റം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഇൻറ്റീരിയറിൻ്റെ നിറങ്ങൾ മാറി എന്നുള്ളതാണ്. ഒരു ജെയ്ഡ് ഗ്രീനും അതിന് ചേരുന്ന ഒരു നിറമൊക്കെ ആയിരുന്നു ഉൾഭാഗത്തെങ്കിൽ അത് പാടെ മാറിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര പ്രീമിയമായിരുന്നു. പ്രീമിയവും മോഡേണും ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ കുറച്ച് പഴയ ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ ഒരു ബ്രൗൺ നിറവും അതോടൊപ്പം തന്നെ ബ്ലാക്ക് നിറവുമാണ്. അതിൻ്റെ ഒരു മിക്സാണ് പൊതുവേ കാണുന്നത്. അതുതന്നെ നമുക്ക് ഡാഷ്ബോർഡിലും കാണാം. ഡാഷ്ബോർഡിലും എന്താ ഇവിടെ ബ്രൗണ്, ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ്. ടെക്സ്റ്റൈഡ് അല്ല, പക്ഷേ കാഴ്ചയിൽ അങ്ങനെ തോന്നും. ഇതാണ് ഇതിൻ്റെ മിക്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് 1.3യിലുള്ള ആ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് ഫാബ്രിക് സീറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള സീറ്റാണ്. അതുപോലെ തന്നെ സൈഡിലൊക്കെയാണ് ബോൾസേഴ്സും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈവൻ ഹെഡ് റെസ്റ്റ് പോലും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് ഒരു പൈപ്പിംഗ്, വൈറ്റ് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. മറ്റൊരു കാര്യം മിസ് ചെയ്തിരിക്കുന്നത് വെന്റിലേറ്റഡ് സീറ്റ് അല്ല ഈ ഒരു 1 ലിറ്റർ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. എല്ലാം മാനുവലാണ്. ഈവൻ പക്ഷേ ഹൈറ്റ് പോലും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമുണ്ട്. എങ്കിലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് മിസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളും നിലനിർത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 10.1 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ, ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ഒരു 6 സ്പീക്കറിൻ്റെ ആർക്കമിസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം, അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, സൗണ്ട്, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, പിന്നെ ആപ്പുകൾ എന്തൊക്കെയാണ് ആപ്പുകളുള്ളത് നോക്കാം. കാർ മെനു, വ്യൂ ഓൾ 14 ആപ്സ്, ഹൈഡ് സിസ്റ്റം ആപ്സ്, ഇത് ആപ്പിൾ കാർപ്ലേ, കലണ്ടർ, കാർ മെനു, ഡിവൈസ് മാനേജർ, എഞ്ചിനീയറിംഗ്, ഫയൽസ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തീരെ മോശം എന്ന് പറയാനാവാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു 1 ലിറ്ററിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും 360 ഡിഗ്രി ക്യാമറ നിങ്ങൾക്ക് മിസ് ചെയ്യും. പക്ഷേ ഈ ഒരു റിവേഴ്സ് ക്യാമറ എങ്ങനെയുണ്ടോ നോക്കാം. തരക്കേടില്ലാത്ത റിവേഴ്സ് ക്യാമറ എന്ന് പറയാനുള്ളൂ. അത്ര വലിയ സംഭവങ്ങളൊന്നും അതിൽ പറയാനില്ല. അതും നിങ്ങൾക്ക് മിസ് ചെയ്തേക്കാം. 360 ഡിഗ്രി ക്യാമറ മിസ് ചെയ്തേക്കാം. എങ്കിൽ പോലും മോശമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് AC വെൻറ്റും അതിൻ്റെ താഴെയായിട്ട് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിലും 1 ലിറ്ററിലുള്ളത്. അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. ഇവിടെ ഡോർ ലോക്കിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു റാക്ക്, ഇവിടെ 2 C ടൈപ്പ് ചാർജർ, 12 വോൾട്ട് ചാർജറും പിന്നെ വയർലെസ് ചാർജിങ്ങും അതും ഈ ഒരു മോഡലിലും കൊടുത്തിട്ടുണ്ട്. ഈവൻ ചെറിയ എൻട്രി ലെവൽ മോഡലിൽ പോലും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചുറ്റും ചെറിയൊരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കീ ഒക്കെ വയ്ക്കാവുന്ന ഒരു സ്ഥലം, അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ്, നല്ലൊരു ആംറസ്റ്റ്, അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ തന്നെയാണ്. കീ ഒന്നും ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് വരുന്നും വേണ്ട. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് മാനുവലി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പനോരമിക് സൺറൂഫും അതും ഈ ഒരു മോഡലിൽ. ഇപ്പോൾ ഈ നമ്മളിരിക്കുന്ന ടോപ്പ് എൻഡ് മോഡലാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 13.49 ലാക്സ് ആണ്. അതിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. തീരെ പിശുക്കില്ലാത്തരം കാര്യങ്ങളെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.
മേൽഭാഗത്ത് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്താണ് അത്തരം കാര്യങ്ങളും പിന്നെ LED ലൈറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ട 1.3 ലിറ്റർ മോഡലിൽ 10.25 ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവർ കൺസോൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഒരു 7 ഇഞ്ച് സ്ക്രീൻ മാത്രമേ. ആ വലിപ്പം അങ്ങനെ കാണുന്നേ ഉള്ളൂ. നടുവിൽ കാണുന്ന ആ ഒരു 7 ഇഞ്ച് ഭാഗത്ത് മാത്രമാണ് സ്ക്രീൻ എന്ന് വിളിക്കാവുന്ന ഒരു കാര്യമുള്ളത്. അതിന് നല്ല കളേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കളറൊക്കെയാണ് സാധാരണ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പം മാറിയിട്ട് ബ്രൗണൊക്കെ ആയത്. എന്തായാലും അതും ആ ഒരു വലിപ്പത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും നടുവിൽ കാണുന്ന ഭാഗത്ത് മാത്രമായിട്ട് സ്ക്രീൻ ഒതുക്കിയിരിക്കുകയാണ്. പക്ഷേ നല്ല റെസൊല്യൂഷനുള്ള നല്ല സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലും കുറച്ച് സ്വിച്ചുകളൊക്കെ ഉണ്ട്. അതിൽ ഇക്കോ എന്ന് പറയുന്ന സ്വിച്ച് ഇതിൻ്റെ ഒരു ഡ്രൈവ് മോഡാണ്. ഇക്കോ കൂടുതൽ മൈലേജ് കിട്ടാവുന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈവൻ സ്റ്റിയറിംഗ് മോഡുകൾ പോലും ഉണ്ടായിരുന്നു 1.3 ലിറ്ററെങ്കിൽ ഇതിൽ അതൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിന് ഈവൻ ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലും ഫിസിക്കൊന്നും കാണിച്ചിട്ടില്ല. ഡോർ പാഡിൽ വളരെ വിശാലമായ സ്പേസ് ഉണ്ട്. അതിൽ ബോട്ടിൽ ഹോൾഡേഴ്സും ഉണ്ട്. അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. നല്ല ആംബസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഡോർ ഗ്രിപ്പ് അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഡാഷ്ബോർഡിൽ കാണുന്ന കളേഴ്സ് അതെല്ലാം വളരെ കൃത്യമായി ഡോർ പാഡിലേക്കും കടന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ സ്പേസിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ സ്പേസ്, ലെഗ് സ്പേസ്, ഹെഡ് സ്പേസ് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു മോശവും പറയാനില്ല. അപ്പോൾ IA എന്ന് പറയുന്ന രീതിയിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇൻറ്റീരിയറിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു നിറത്തിനൊക്കെ ഇഷ്ടപ്പെടാൻ പോകുന്നത് 1.3 ലിറ്ററിൻ്റെ നിറമായിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ നമുക്ക് പ്രധാനമായിട്ടും കാഴ്ചയിൽ പറയാനുള്ളൂ. പിൻഭാഗത്തിരിക്കുമ്പോഴാണ് ശരിക്കും ടോപ്പ് എൻഡ് മോഡലിൻ്റെ, അതായത് 1.3 ലിറ്റർ ടോപ്പ് എൻഡ് മോഡലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പിൻഭാഗത്ത് ഒരു കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല. 2 സീറ്റ് ടൈപ്പ് ചാർജർ, പിൻഭാഗത്തേക്ക് AC വെൻറ്റ്, പിന്നെ 3 പേർക്ക് സുഖമായി കാല് വെച്ചിരിക്കുന്ന രീതിയിലുള്ള സെൻറ്റർ ടണലൊക്കെ വളരെ താഴ്ത്തി കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു സുഖമുള്ള രീതികൾ, പിന്നെ നല്ലൊരു ആംറസ്റ്റ്, അതിൽ കപ്പ് ഹോൾഡേഴ്സ്, മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. സുഖമായിട്ട് കാല് അങ്ങനെ ചേർന്ന് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 പേർക്ക് സുഖമായിരിക്കാം, കാല് വയ്ക്കുന്ന ഒന്നും ഒരു ബുദ്ധിമുട്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഇവിടെ ഇങ്ങനൊരു ഭാഗം കാണുന്നത് ഇതിൻ്റെ പല ആക്സസറീസും ഫിറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ റെനോയുടെ ഡീലർഷിപ്പിൽ നമുക്ക് ആക്സസറീസ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം. അത് റെനോ ഗ്ലോബലി ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. അവരുടെ എല്ലാ വാഹനങ്ങളിലും അതിനുള്ള ഒരു പോയിൻ്റാണ് ആ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോട്ടിൽ വയ്ക്കാം. അതുപോലെ നല്ല ആംബസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുമുണ്ട് കുറച്ച് കുഷനിങ്ങും കാര്യങ്ങളൊക്കെ. പാഡഡ് ആണ് ഇതെന്നാണ് പറയേണ്ടത്. അതുപോലെ വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനൊന്നുമല്ല, ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ. അതുകൊണ്ട് തന്നെ വിൻഡോ ലൈനൊക്കെ അല്പം മുകളിൽ നിൽക്കുന്നു. വിസിബിലിറ്റിയും നല്ല ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിറത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് അല്ലെങ്കിൽ ദോഷം കൊണ്ട് ഈ കുറച്ച് ഒരു ബ്ലാക്കിഷ് ഒരു ഇൻറ്റീരിയറിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ളൂ. പക്ഷേ വളരെ പ്ലസൻ്റാണ് 1.3 ലിറ്ററിൻ്റെ ഉൾഭാഗത്തെ നിറങ്ങളും ഇൻറ്റീരിയറും എല്ലാം തന്നെ. ആ ഒരു വ്യത്യാസം മാത്രമാണ് പറയാവുന്നത്. പക്ഷേ പനോരമിക് സൺറൂഫ് ഏറ്റവും പിന്നിൽ വരെ വരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇവിടെയൊക്കെ LED ലൈറ്റുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ടും മോശമില്ല. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലും വളരെ, ഇപ്പം 1.3 കണ്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഒരു മോശം പറയില്ല കേട്ടോ. 1.3 നിങ്ങൾ കാണുകയും ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവിൽ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ യാതൊരു കുറവും തോന്നാത്ത രീതിയിലുള്ള ഒരു വേരിയൻ്റാണ് 1 ലിറ്ററിൻ്റെയും ടോപ്പ് എൻഡിൽ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡസ്റ്ററിൻ്റെ എല്ലാ വേരിയൻസും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു എന്നാണ് പറയാവുന്നത്. കാരണം 1.3 ലിറ്ററിൻ്റെ ഓട്ടോമാറ്റിക് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, മാനുവൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 1 ലിറ്ററിൻ്റെ മാനുവലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടും ഈ 3 വേരിയൻസ് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾക്ക് ഇപ്പോഴും ധാരാളം ആവശ്യക്കാരുണ്ട്. എങ്കിൽ പോലും ഇത് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇതിലൊരു ഓട്ടോമാറ്റിക് കൂടി വന്നുകൂടാ എന്നുള്ള കാര്യമാണ്. ഈ 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക് വന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാവുന്ന 1.3യുടെ ഓട്ടോമാറ്റിക്കിൻ്റെ വില വളരെ കൂടുതലാണ്. കൂടുതൽ മീൻസ് ആ ഒരു സെഗ്മെൻറ്റിൽ കൂടുതലല്ല, എങ്കിൽ പോലും കമ്പയർഡ് ടു ദിസ് മോഡൽ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് നമുക്ക് വേണമെങ്കിൽ ഈ 1 ലിറ്ററിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ അതിലേക്ക് എത്തിയേക്കാം റെനോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ പോലും റെനോ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി വരാൻ പോകുന്ന 1.8 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡിനാണ് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ എത്രത്തോളം ഉണ്ടാകും എന്നറിഞ്ഞുകൂടാ. പക്ഷേ മാനുവൽ ഗിയർ ബോക്സിൻ്റെ ലവേഴ്സിനെ ഇതും തൃപ്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു 2000 RPM വരെ ഒരു ലാഗ് തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു ടർബോ പെട്രോളിൻ്റെ ഒരു ലാഗ് ഉണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ അതിന് ശേഷം വളരെ നല്ല പെർഫോമൻസ് ഒരു എഞ്ചിനാണിത്. എങ്കിൽ പോലും ഈ ഒരു 3 സിലിണ്ടറിൻ്റെതായ ചെറിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു എൻജിൻ സൗണ്ട് തീർച്ചയായിട്ടും ഉണ്ട്.
അത് എന്താ പറയുക ഇന്നെവിറ്റബിൾ ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങനെ അതൊന്നും പോരാ, വളരെ സ്മൂത്തായിട്ടുള്ള എഞ്ചിൻ വേണം, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകുന്ന 1.3ലേക്കാണ്. പക്ഷേ വില അതനുസരിച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ കാര്യത്തിൽ ആ ഒരു 3 സിലിണ്ടറിൻ്റെതായ ശബ്ദ കോലാഹലങ്ങളുണ്ട്. അത് പക്ഷേ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കാരണം NBS ലെവലുകളൊക്കെ കുറേയൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും എവിഡൻ്റ് ആണ് നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ. എന്തായാലും എഞ്ചിനിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ നഷ്ടമായിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കാര്യമായ രീതിയിൽ ഈ ഒരു 1.3യും 1 ലിറ്ററുമായിട്ട് വലിയ നഷ്ടങ്ങളൊന്നും പറയാനില്ല. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഇല്ല എന്നൊരു കുറവല്ലാതെ മറ്റൊന്നും നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുകയില്ല. സസ്പെൻഷനൊക്കെ നമുക്കറിയാവുന്ന പോലെ റെനോയുടെ ഏറ്റവും വലിയ സസ്പെൻഷനാണ്. അതൊക്കെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്കിതിലും അനുഭവപ്പെടുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും അതിലില്ല. കാരണം പ്ലാറ്റ്ഫോമിലോ അത്തരത്തിലുള്ള മെക്കാനിക്കൽ ചേഞ്ചസോ ഒന്നും കമ്പനി വരുത്തിയിട്ടില്ല. പിന്നെ ഈ സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഒട്ടും തന്നെ മനസ്സിലായില്ല നമുക്കിത് 1.3 ആണോ 1 ആണോ എന്നുള്ള കാര്യമൊന്നും. മറ്റ് മിസ്സുകളിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നൊരു മിസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറ ഇല്ല, അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇല്ല, സ്റ്റിയറിംഗ് മോഡുകളില്ല, അത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേണമെങ്കിൽ മിസ്സായെന്ന് പറയുന്നത് ഈ ഡ്രൈവറിൻ്റെ ഡിസ്പ്ലേ. അത് 10.25 ഇഞ്ചിനാണ് 1.3 ലിറ്ററിലെങ്കിൽ ഇതിലുള്ള 7 ഇഞ്ചിൻ്റെയാണ്. ആ ഒരു വ്യത്യാസം വേണമെങ്കിൽ ഫീൽ ചെയ്യാം. മറ്റ് കാര്യങ്ങളൊന്നും ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും മറ്റൊരു മാറ്റവും തോന്നാനുമില്ല. ഇനി സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിലും സേഫ്റ്റിയിൽ ഞാൻ ഈ പറഞ്ഞ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ 6 എയർ ബാഗുകൾ, അതുപോലെ ESP, ട്രാക്ഷൻ കൺട്രോൾ, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, റിയർ പാർക്കിംഗ് ക്യാമറ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ മാത്രമാണ് അതിൽ മിസ്സായിരിക്കുന്നത്. ഇനി എഞ്ചിനിലേക്ക് വരുമ്പോൾ നമ്മൾ കൈഗറിൽ കണ്ടിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ആകെ ഒരു വ്യത്യാസം അതിൽ വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ടോർക്കുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യമാണ്. 166 ന്യൂട്ടൺ മീറ്ററാണ് ഡസ്റ്ററിൽ എത്തിയപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ ടോർക്കെങ്കിൽ 160 ഉള്ളൂ കൈഗറിൽ. അപ്പോൾ ഒരു 6 ന്യൂട്ടൺ മീറ്ററിൻ്റെ വർധനം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈഗറിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൽ 6 സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 മാറ്റങ്ങൾ കൊണ്ടാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത് കൈഗറിൻ്റെ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത എഞ്ചിനേക്കാളൊക്കെ വളരെ മുന്നിൽ നിൽക്കാനുള്ള കാരണം. എന്തായാലും ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ വളരെ സ്ലീക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ്. അത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് 1.3ൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1.3യുടെ മാനുവലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വാഹനം ഒന്ന് പെട്ടെന്നൊക്കെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഗിയറിൽ തന്നെ കയറിപ്പോകാമെന്ന് വിചാരിക്കരുത്. ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും നമുക്ക് 1.3യുടെയും 1 ലിറ്ററിൻ്റെയും മാനുവൽ തമ്മിൽ പറയാവുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതിന് കമ്പനി പറയുന്ന മൈലേജാണ്. 19.4 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ് ഈ ഒരു 1 ലിറ്ററിൻ്റെ മാനുവലിന്. അത് തീർച്ചയായിട്ടും നമ്മൾ ഓടിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിൽ പോലും മര്യാദയ്ക്ക് ഓടിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയ മിസ്സിംഗ് ഒന്നും ഇല്ലാതെ വില വളരെ കുറച്ച് നമുക്ക് കിട്ടാവുന്നൊരു വാഹനമായിട്ട് വേണം ഇതിനെ കാണാൻ. നിങ്ങൾക്കൊരു ഡസ്റ്റർ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹമായിട്ട് നിലനിൽക്കുകയും എന്നാൽ ഓട്ടോമാറ്റിക് വേണ്ട, 1.3 വേണ്ട, അല്പം വില കുറച്ച് മതി എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ചേരും. മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഇത് ഒരു കുറച്ച് വില കുറഞ്ഞ മോഡലാണെന്നൊന്നും ഇവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമുക്കത് മനസ്സിലാക്കാനും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ടോപ്പ് എൻഡ് മോഡൽ ഓടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കും. വാഹനത്തെപ്പറ്റി അത്ര അധികം അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ഈ ഒരു 1 ലിറ്റർ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. മുന്നിലും സൈഡിലും ഒക്കെയുള്ള ചില ബാഡ്ജിങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് ഒരു 1 ലിറ്റർ മോഡലാണ് എന്നുള്ള കാര്യം. എന്തായാലും ഇതിൻ്റെയും ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് മുമ്പ് പറഞ്ഞ 1 ലിറ്റർ എൻജിൻ. മറ്റൊരു കാര്യമുള്ളത് ഹൈഡ്രോളിക്കലി ഉയർത്തി വയ്ക്കാം. അല്ലാതെ നമ്മൾ എടുത്തിട്ട് മറ്റേ കമ്പ് കുത്തി വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുപോലും ഈ ഒരു മോഡലെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്തരം ബിസികളൊന്നും തന്നെ റെനോ കാണിച്ചിട്ടില്ല. എന്തായാലും വലിയൊരു ചരിത്രം സൃഷ്ടിച്ചു വന്ന റെനോ ഡസ്റ്ററിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കും കമ്പനിക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം ഇതൊരു ഐക്കണാണ്. ഇന്ത്യൻ വാഹന ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഡസ്റ്റർ എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഫിഗറാണ്. അദ്ദേഹത്തിൽ മാറ്റം വരുത്തുമ്പോൾ പാളിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പാളിപ്പോകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഈ ഒരു വാഹനം റെനോ നിർമ്മിച്ചെടുത്തത്.
ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ എന്നെപ്പോലെ കുറച്ച് പേരെ കൊണ്ടുപോയിട്ട് ഇവർ പ്ലാന്റിൽ കൊണ്ടുപോയി ഈ വാഹനം കാണിക്കുകയും എന്തൊക്കെയാണ് ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങളെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. പല കാര്യങ്ങളും ഇപ്പോൾ അന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞ് എല്ലാം തന്നെ മെച്ചപ്പെടുത്തിയാണ് വാഹനം വന്നത്. അത്രയധികം ശ്രദ്ധിച്ചാണ് റെനോ ഡസ്റ്ററിനെ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. അത് അറിയാനുമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വലിയ വില കൊടുത്ത് 1.3 ലിറ്റർ വാങ്ങിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്രയും പൈസ കയ്യിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് പോകാം. അത് മാനുവൽ ഗിയർ ബോക്സ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി, അതോടൊപ്പം തന്നെ സസ്പെൻഷൻ്റെ മികവ്, ഇത്രയും കാര്യങ്ങളിൽ ഒരു രക്ഷയുമില്ല. കാണാനുള്ള ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ. അപ്പോൾ നിങ്ങൾക്കൊരു 12 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ എൻട്രി ലെവൽ മോഡൽ സ്വന്തമാക്കാൻ സാധിക്കും. ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകണമെങ്കിൽ എക്സ്ഷോറൂം വില 13,49,000 രൂപയേ ഉള്ളൂ. 1.3 ഡി സിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് 18.69 ലാക്സിലേക്ക് പോകും. അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനമാണ് ഈ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടിയ മോഡൽ. ഇതിന് 3 വേരിയൻസ് ആണുള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വേരിയൻറ്റ് 11,49,000 രൂപ അങ്ങനെ എന്താണ് വില. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് 1.7 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പോട് കൂടി വരുന്ന റെനോ ഡസ്റ്ററിനാണ്. അത് ഈ ദീപാവലി കാലത്താണ് വരുന്നത്. അതോടുകൂടി ഏതാണ്ട് ഡസ്റ്ററിൻ്റെ എല്ലാ വേരിയൻസും വന്ന് തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ബൈ.